വിശുദ്ധ ഏവൻഗേലിയോനിലെ ദൈവത്തിന്റെ ജീവനുള്ള വചനങ്ങൾ ആദരവോടും ഭക്തിയോടുകൂടെ നാം ശ്രദ്ധിച്ചു കേൾക്കണം. ദൈവമായ കർത്താവ് അതിനെ ഞങ്ങളെ യോഗ്യരാക്കി തീർക്കട്ടെ. നിങ്ങൾക്കെല്ലാവർക്കും സമാധാനം ഉണ്ടായിരിക്കട്ടെ. അങ്ങയുടെ ആത്മാവിനും ഉണ്ടായിരിക്കട്ടെ. ജീവൻ നൽകുന്ന വചനമായ നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ വിശുദ്ധ ഏവൻഗേലിയോൻ ലോകത്തിന് ജീവനും രക്ഷയും പ്രസംഗിച്ച വിശുദ്ധനായ ലൂക്കോസ് എഴുതിയ സുവിശേഷത്തിൽ നിന്ന് നമ്മുടെ രക്ഷയ്ക്കായി അവരെ സ്തുതികളും നാം എല്ലാവരും എന്നേക്കുമുണ്ടായിരിക്കട്ടെ. മറിയാമിൽ നിന്ന് ശരീരം ധരിച്ചവരും ദൈവത്തിന്റെ ജീവനുള്ള വചനവും നമ്മുടെ കർത്താവും ദൈവരക്ഷകരമായ ശിവശിയായുടെ പരിശുജീവിതകാലത്തായി പ്രകാരം പഠിപ്പിച്ചു. യേശു തമ്പുരാൻ ശിഷ്യരോട് അരുളി ചെയ്തു, അതിനാൽ ഞാൻ നിങ്ങളോട് പറയുന്നു, എന്തു ഭക്ഷിക്കുമെന്ന് ജീവനെ പറ്റിയോ എന്തു ധരിക്കുമെന്ന് ശരീരത്തെ പറ്റിയോ നിങ്ങൾ ആകുലരാകേണ്ട. എന്തെന്നാൽ ജീവൻ ഭക്ഷണത്തിനും ശരീരം വസ്ത്രത്തിനും ഉപരിയാണ്. കാക്കകളെ നോക്കുവിൻ, അവ വിതയ്ക്കുന്നില്ല, കൊയ്യുന്നില്ല, അവയ്ക്ക് കലവറയോ കളപ്പുരയോ ഇല്ല, എങ്കിലും ദൈവം അവയെ പോറ്റുന്നു. പക്ഷികളെക്കാൾ എത്രയോ വിലപ്പെട്ടവരാണ് നിങ്ങൾ. ആകുലരാകുന്നത് കൊണ്ട് ആയുസ്സിന്റെ ദൈർഘ്യം ഒരു മുഴം കൂടി നീട്ടുവാൻ നിങ്ങൾ ആർക്ക് സാധിക്കും? ഏറ്റവും നിസ്സാരമായി ഇതുപോലും ചെയ്യുവാൻ നിങ്ങൾക്ക് കഴിയുന്നില്ലെങ്കിൽ മറ്റുള്ളവയെ പറ്റി നിങ്ങൾ ആകുലരാകുന്നത് എന്തിന് എന്ന് താൻ അരുളി ചെയ്തു. ഭാഗ്യമോർ നിങ്ങൾക്കെല്ലാവർക്കും ശാന്തി ഭവിക്കട്ടെ. സഹോദരി സഹോദരന്മാരെ, ഇന്നത്തെ ഈ പരിശുദ്ധമായ കുർബാനയിൽ ലോകമെമ്പാടുമുള്ള എല്ലാ വേദനിക്കുന്നവരെയും രോഗികളായിട്ട് അനേക വർഷങ്ങളായി വേദനയിലും സങ്കടങ്ങളിലൂടെ കഴിഞ്ഞു പോകുന്നവരെയും ഒത്തിരിയേറെ കടബാധ്യതകളിലൂടെ സംഘർഷങ്ങളിലൂടെ പ്രതിസന്ധികളിലൂടെ കഴിഞ്ഞു പോകുന്ന വളരെ പ്രത്യേകമായി പീഡനങ്ങളിലൂടെ എല്ലാം കഴിഞ്ഞു പോയിക്കൊണ്ടിരിക്കുന്ന എല്ലാ സഹോദരി സഹോദരന്മാരെയും ദൈവത്തിൻ്റെ മുമ്പാകെ സമർപ്പിച്ചുകൊണ്ട് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. പ്രിയപ്പെട്ടവരെ, വേദപുസ്തകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രമേയമാണ് ഇന്ന് എന്നുള്ളത്. ഇന്നിൻ്റെ പ്രസക്തിയെക്കുറിച്ചുള്ള അനേകം വേദപുസ്തക ഭാഗങ്ങൾ പുതിയ നിയമത്തിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ജനനത്തെക്കുറിച്ച് പറയുമ്പോൾ ഇന്ന് രക്ഷകൻ ജനിച്ചിരിക്കുന്നു എന്നാണ് അറിയിച്ചിരിക്കുന്നത്. ഇന്നിൽ
ജനിക്കുന്ന രക്ഷകൻ. അതോടൊപ്പം തന്നെ സക്കേവൂസിന്റെ ഭവനത്തിലേക്ക് ഈശോ കടന്നു ചെന്നപ്പോൾ അവിടെ പറയുന്നു, ഇന്ന് ഈ ഭവനത്തിന് രക്ഷയുണ്ടായിരിക്കുന്നു. ഒപ്പം തന്നെ ഈശോയുടെ ക്രൂശിക്കപ്പെട്ട സമയത്ത് വലത്തെ കള്ളൻ ഇന്ന് രക്ഷ പ്രാപിച്ചിരിക്കുന്നു എന്നാണ് അവിടെ പ്രതിപാദിച്ചിരിക്കുന്നത്. നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൻ്റെ ഒരു തത്വം എന്ന് പറയുന്നത് ഇന്നിൽ ജീവിക്കുവാൻ പരിശ്രമിക്കുക എന്നുള്ളതാണ്. നമ്മുടെ ഇടയിലുള്ള പല ആളുകളും, പ്രത്യേകിച്ച് പ്രായമായിട്ടുള്ള ആളുകളൊക്കെ ഇന്നലകളിൽ ജീവിച്ചുകൊണ്ട് ഇന്നിനെ പഴിച്ച് ജീവിക്കുന്നവരെ കാണാനായിട്ട് നമുക്ക് കഴിയും. അതോടൊപ്പം തന്നെ ഇന്നിൽ ജീവിച്ചുകൊണ്ട് തന്നെ വരാനിരിക്കുന്ന കാര്യങ്ങളെ കുറിച്ച് ഓർത്ത് സന്തോഷിച്ച് ഇന്നിന്റെ കടമകളെ മറക്കുന്ന ധാരാളം ആളുകളെ കാണുവാനായിട്ട് കഴിയും. പ്രിയപ്പെട്ടവരെ, വേദപുസ്തകം പറയുന്നത് ഇന്നിൽ ജീവിക്കാനാണ്. ഇന്നത്തെ നമ്മുടെ ജീവിതത്തിന്റെ സങ്കടങ്ങളും ജീവിതത്തിന്റെ സംഘർഷങ്ങളും പ്രാരാബ്ദങ്ങളും ഏറ്റെടുത്തുകൊണ്ട് തന്നെ